Hello Muthumanis, welcome to my channel RK Quest. ഇന്ന് നമ്മൾ ഉണ്ടല്ലോടാ സെൽ ലെമൺസിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇടുന്നത്. ആദ്യം നമ്മൾ $1 റോഡിലിട്ട് കച്ചവടം നടത്തി പിന്നെ നമ്മൾ അതിൽ കണ്ടിരുന്നല്ലോ, നമുക്ക് സ്കൂട്ടറും സൈക്കിളും ഒക്കെ കിട്ടിയിരുന്നല്ലോ. അപ്പൊ അതിനുശേഷം ഞാൻ മാനേജറെയും കാഷ്യറൊക്കെ വച്ചിരുന്നോണ്ട് ഓട്ടോ ക്ലിക്കാണ്. ഞാൻ വന്ന് ക്ലിക്ക് ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ ഒത്തിരി പൈസ കയറുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ എല്ലാം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിത് വീഡിയോ ഇടാതെ ഞാൻ ഇത് കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മുടെ ആർക്കെ കുറിച്ച് പഴയ പോലെ അല്ലടാ, നമുക്കിപ്പോൾ ട്രക്കുണ്ട്, നമ്മുടെ റൂഫ് ആയിട്ടുണ്ട്, ഡെക്കേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ റൂഫ് ഡെക്കറൊക്കെ ആയിട്ട് നമ്മളൊരു ഫാക്ടറി സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഗൈസ്, നമുക്ക് ഇന്നൊരു ലൈക്ക് ടാർഗറ്റ് വയ്ക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ഒരു 50 ലൈക്സേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. നിങ്ങളത് ഇടുമെന്ന വിശ്വാസത്തോടെ ഞാൻ വീഡിയോ ചെയ്യുകയാണ്. അപ്പൊ നമ്മള് പിന്നീട് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടവർക്കറിയാം, കാണാത്തവരൊന്നും പോയി കണ്ടിട്ട് പറഞ്ഞേ. നമ്മൾ അബദ്ധത്തിലൊരു സീവേജ് പിറ്റില് വീണ് പോയായിരുന്നു. ശരിക്കും അതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നില്ല അതിന്റെ എക്സിറ്റ്. പക്ഷെ ഞാൻ കണ്ടിരുന്നില്ല കേട്ടോ. ഞാൻ കുറേ ദൂരം അകത്തൂടെ ഓടി അവസാനം ലെവലില്ലാതെ എവിടെ പോകണമെന്ന് പോലും അറിഞ്ഞുകൂടാതെ എങ്ങനെയൊക്കെയാണ് ഞാൻ പുറത്തെത്തിയത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്കൊരു കച്ചവടത്തിൽ നമുക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. കൂടുതൽ വീണ്ടും കൂട്ടി ചോദിച്ചിട്ട് നമുക്കൊന്നും കിട്ടാതെയൊക്കെ പോയിരുന്നു. നിങ്ങൾ ആ വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സെൽ ലെമൺസ് ആണ് റോബ്ലോക്സിന്റെ. നമുക്ക് ഒരു റെഫ്രിജറേറ്റർ ട്രക്ക് തന്നെ വാങ്ങിക്കാം ഗൈസ്. നമ്മളത് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ ഗൈസ്, നമുക്ക് മുമ്പത്തെ സാധാരണ ട്രക്കല്ല, റെഫ്രിജറേറ്റർ തണുപ്പുള്ള നല്ല കിടിലം ട്രക്ക് തന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. അതിലൂടെ നമുക്ക് കൂടുതൽ ലെമൺസ് സെല് ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ കച്ചവടം നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ഫാക്ടറി വളരെ വലുതായിട്ട് നമുക്ക് വിപുലീകരിക്കാനായിട്ട് പറ്റും. ഓക്കെ, റേസ്റ്റ് ഏരിയ, നമ്മുടെ ഏരിയ ഒന്നും കൂടെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ വലിയ ഫാക്ടറി വലിയതായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഏരിയ എടുത്തിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന ഒരു കുഞ്ഞു സ്ഥലത്ത് നിന്നല്ല, നമുക്ക് ഏരിയ കൂടെ ഒരു ക്ലിക്ക് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഗൈസ്, ഇവിടെ നമുക്ക് ജ്യൂസ് മിക്സറും ഷുഗർ മിക്സറും ഒക്കെ നമ്മൾ കഴിഞ്ഞ തവണ എടുത്തില്ലേ, അതൊക്കെ എടുത്താലുള്ള ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് 2x 4x ആ ലെവലിലാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത് കേട്ടോ. നമ്മൾ സാധാരണ ലെമൺ വിൽക്കുന്നതിൽ നിന്നും ഈ ജ്യൂസ് മിക്സറും ഷുഗർ മിക്സറും ഒക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ക്യാഷ് ഡബിളായി ക്വാർട്ടബിൾ ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമ്മൾ ഇപ്പൊ മുതലാളി ആയതുകൊണ്ട് നമ്മളവിടെ എപ്പോഴും ഇരുന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടൊന്നും ഇരിക്കേണ്ട. നമ്മൾ മാനേജറെ വെച്ചിട്ടുണ്ട്, ക്യാഷറെ വെച്ചിട്ടുണ്ട്. അവര് ഓട്ടോ ക്ലിക്ക് നടത്തിക്കോളും. എല്ലാം ഓട്ടോമേറ്റ്സ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പൈസ വന്നുകൊണ്ടേ ഇരിക്കും. നമ്മൾ എല്ലാത്തിനും ഒരു മേൽനോട്ടം വഹിച്ചാൽ മാത്രം മതി. പിന്നെ ഇടയ്ക്ക് പോയി വല്ല സീവേജ് പിറ്റൊന്ന് വീഴാൻ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ പൈസ വളരെ നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പൊ വലിയൊരു പണക്കാരനാണ്, മുമ്പത്തെ പോലെയൊന്നും അല്ല. നമ്മുടെ എന്തിനാലും നമുക്ക് ഈ ഫാക്ടറി ഭയങ്കര വലുതാക്കണോ ഗൈസ്, വലുതാക്കി കണ്ട ഓപ്പോസിറ്റ് ഒക്കെ ഉള്ളത് കണ്ടില്ലേ, അതിനേക്കാളൊക്കെ വലിയ സെറ്റപ്പ് ആക്കി നമുക്ക് മാറ്റണം ഗൈസ്. നമ്മുടെ ആർക്കെ ക്വസ്റ്റ് ലെമൺസ് വലിയ സെറ്റപ്പ് ആക്കി നമുക്ക് മാറ്റണം. നമ്മൾ ഈ താഴെ കാണുന്ന ആരോ മാർക്ക് ടെലിപോർട്ടാണ് കേട്ടോ. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മൾ ആ ടെലിപോർട്ട്, അതായത് ഓർക്കാഡ് ലെമൺ സ്റ്റാൻഡ്, അതിൽ ഏത് ക്ലിക്ക് ചെയ്തോ നമ്മൾ നേരെ അവിടെ പോകും. അതായത് ഇപ്പം നമ്മുടെ സംഭവം വളരെ വലുതാണല്ലോ, അതിൽ ഏത് സ്ഥലത്തോട്ട് നമുക്ക് പോകണം എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ അങ്ങോട്ട് പോകും. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ ഒരു ഓഫർ വന്നിരിക്കുകയാണ് ഗൈസ്. സാധാരണ നമ്മൾ ഈ ഒരു തവണ ആദ്യത്തെ ഓഫറിലൊന്നും വീഴുന്ന ആൾക്കാരെ അല്ല. പക്ഷേ ഈ ഋഷി ഋതുവിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ഈ ഋഷി ഋതുവിലാണ് കഴിഞ്ഞ തവണ നമുക്കൊരു ഓഫർ തന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കയറ്റിയപ്പോഴത്തേക്ക് നമ്മൾ ഓഫർ കട്ട് ചെയ്തിട്ട് പോയ ഒരാളാണ്. നമ്മൾ കച്ചവടം വേണമെന്ന് മതിയാക്കി പോയവനായതുകൊണ്ട് നമ്മൾ ഇത്തവണ ആദ്യമേ ചാടിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് വേറെ ഏതെങ്കിലും വരുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ഓർക്കാഡിലെ ഫ്രൂട്ട്സ് വല്ലതും ഒന്നോന്നാണ് നമ്മൾ നോക്കിയത്. ഇല്ല, നമുക്ക് ഒരു ഫ്രൂട്ട്സും ഇല്ലടാ. ഓർക്കാഡ് ഷോപ്പിൽ നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും ഇല്ല. നമ്മളൊരു ബൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, മിസ്റ്റീരിയസ് ഫെർട്ടിലൈസേഴ്സ് ബൈ ചെയ്തിട്ടുണ്ട്. അല്ല, നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ ഗൈസ്, ഫ്രൂട്ട്സ് എന്നാണ് വീണ്ടും കാണിക്കുന്നത്. എന്തിനു കൊണാപ്പാന്ന് അവിടെ കാണിച്ചതെന്ന് അറിയില്ല. വേറെ ഏതാണ്ടാ കാണിക്കുന്നത്, ടെലിപോർട്ട് വീണ്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, ലെമൺ സ്റ്റാൻഡിൽ അടുത്തോട്ട് നമ്മൾ പോയിരിക്കുകയാണ് ഗൈസ്. നമുക്കിപ്പോൾ $3.32 ട്രില്യൺ ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. നമ്മുടെ കച്ചവടം നന്നായി തന്നെ പോകുന്നുണ്ട്. നമുക്കെങ്കിലും ഫാക്ടറി നല്ല വലുതാക്കി മാറ്റണം. കാണുന്ന എല്ലായിടത്തും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓടി നടന്നങ്ങ് ക്ലിക്ക് കൊടുക്കണം. ഇവർ നന്നായി കച്ചവടം നടത്തുമെങ്കിലും നമ്മൾ മേൽനോട്ടം എല്ലാത്തിലും വരേണ്ടതുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ലെമൺസ് സെല് ചെയ്യണം.
റോബ്ലോക്സിന്റെ ഒരു കിടിലൻ ഗെയിം തന്നെയാണ് ഇത്. പക്ഷെ നിങ്ങൾക്കിത് ഇങ്ങനെ ഞാൻ കളിക്കുന്നത് ബോറടിക്കും, അതായത് നമ്മൾ ബേസ് തൊട്ട് തുടങ്ങുകയുള്ളൂ. അപ്പം ഫുൾ ഇത് ഉണ്ടാക്കുന്നത് ഫുൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു ബോർ അടിക്കുമോ എന്ന് കരുതിയിട്ടാണ് ഞാനത് സെക്കൻഡ് ഒരു ഇതിന്റെ ബാക്കിയൊക്കെ ഉണ്ടാക്കിയത് കാണിക്കാതെ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ഈ സെക്കൻഡ് പാർട്ട് വീഡിയോ ഇടുന്നത്. നമ്മളിപ്പോൾ ഒരു കോമ്പൗണ്ട് വാളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലെമൺ ഫാക്ടറിക്ക്. ഓക്കെ, ഇതിന്റെ റെയിലിങ്സ് ആണ് ചേട്ടൻ ചെയ്ത്. വീണ്ടും നമ്മൾ റെയിലിങ്സ് ഒക്കെ കൊടുത്ത് നല്ലൊരു കോമ്പൗണ്ട് വാളാക്കി നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ. ഓക്കെ, ഓട്ടോ ക്ലിക്ക് നടക്കുന്നുണ്ട്, മാനേജറൊക്കെ വച്ചിരിക്കുന്നുണ്ട്, നന്നായി തന്നെ ലെമൺ സെൽ നടക്കുന്നുണ്ട്. നമുക്ക് ഫെൻസ് പറ്റൂലടാ, അതിനുള്ള പൈസ ആയിട്ടില്ല. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. റെയിലിങ്സ് ഒക്കെ നടന്നല്ലോ. നമുക്ക് സീലിംഗ് ലൈറ്റ്സ്. ഓക്കെ ഗായ്സ്, നമ്മൾ ഇത്രയും നാള് നമ്മുടെ ഫാക്ടറി ഇരുട്ടത്തായിരുന്നു ഗായ്സ്, ഇരുട്ടത്താണ് ഇരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് സീലിംഗ് ലൈറ്റ് സ്പെഷ്യൽ ഡീൽസ് വല്ലതും പറ്റുമോ? 235 ട്രില്യൺ ആണ് നമ്മുടെ കയ്യിലതുണ്ട്, എങ്കിലും നമുക്ക് വേണോ? വേണ്ട, ഉള്ള പൈസ അതോടെ എടുത്ത് വെച്ച് അതിന് കൊടുക്കണ്ട. എന്ത് തന്നെ ആണെങ്കിലും ഇപ്പൊ സീലിംഗ് ലൈറ്റ് ഒക്കെ നമ്മൾ ഇത്ര നാൾ ഇരുട്ടത്തിരുന്ന് നമ്മൾ സീലിംഗ് ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിതാ ഫെൻസിങ്ങും കൂടെ ഫെൻസിങ്ങിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിപ്പോൾ ഫെൻസിങ് വന്നു കഴിഞ്ഞു ഗൈസ്, റെയിലിംഗ് ഫെൻസിങ്ങും ഒക്കെ വന്നു കഴിഞ്ഞു ഗൈസ്. വളരെ വലുതായിരിക്കുകയാണ് നമ്മുടെ ലെമൺ ഫാക്ടറി. ഇപ്പോൾ നല്ല കിടില സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനിയും ഇത് വലിയ ഫാക്ടറി ആക്കി നമുക്ക് മാറ്റണം. അതിനുവേണ്ടിയാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായി തന്നെ നമ്മുടെ ഇത് നടക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെയൊക്കെ ഓരോ ക്ലിക്കാക്കൊക്കെ നടത്തണം, അപ്ഗ്രേഡേഷൻസ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നന്നായി തന്നെ നമ്മുടെ ഗെയിം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗൈസ്, നമ്മൾ ഒരുപാട് മാനേജേഴ്സിന് അവിടെ എവിടെയൊക്കെ വച്ചിട്ടുണ്ട്, എങ്കിൽ അത് പോലെ ഇനിയും ഈ സൈഡിലും ഒക്കെ നമ്മളൊരു മാനേജറെയൊക്കെ വയ്ക്കണം. ഇവിടെ കൂടെ ഒരു മാനേജറെ വയ്ക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി വന്നാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ അപ്പോൾ അവിടെയൊക്കെ ഓരോ മാനേജർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടം നന്നായിട്ട് പോകും. നമുക്കെല്ലാം മേൽനോട്ടമല്ലോ വഹിക്കാൻ പറ്റും, നമുക്കിപ്പോൾ ക്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം മാനേജേഴ്സിനെ എല്ലായിടത്തും വയ്ക്കുകയാണ് വേണ്ടത്, എങ്കിലേ നമ്മുടെ കച്ചവടം നന്നായിട്ട് നടക്കത്തുള്ളൂ. മാനേജേഴ്സിനും ക്യാഷറിയൊക്കെ വച്ച് കഴിഞ്ഞാല് നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഗൈസ് നമ്മുടെ കച്ചവടം. ഓക്കെ ഗൈസ്, നമുക്കൊരു ഏജന്റ് ലൂണ് നമുക്കൊരു ഓഫർ വെച്ചിട്ടുണ്ട്. പക്ഷേ യു ആർ ഗോയിങ് ഹാവ് ടു ഡു ബെറ്റർ ദാൻ ദാറ്റ്. നമുക്ക് യു ആർ ഗോയിങ് ടു ഹാവ് ടു ഡു ബെറ്റർ ദാൻ ദാറ്റ് എന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം. ഒരു സമ്മതിക്കുമെന്ന് നോക്കാം. യെസ് ഗൈസ്, നമുക്ക് കൂട്ടി തന്നിട്ടുണ്ട്, കുറച്ചുകൂടെ കൂടുതൽ ബില്യൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ കച്ചവടം സമ്മതിച്ചിരിക്കുകയാണ് ഗൈസ്. നമുക്ക് നല്ലൊരു കച്ചവടം തന്നെ നടന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തേലൊന്നും സമ്മതിക്കാൻ പാടില്ല. നേരത്തെ നമുക്ക് പിന്നെ ആ ചെക്ക അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് പോട്ടേന്ന് വെച്ചിട്ട് ആ കച്ചവടം ഉറപ്പിച്ചത്. കച്ചവടം നടക്കാതെ പോണ്ടാന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ നമുക്ക് അവസ്ഥ പറ്റിയതാണല്ലോ. പക്ഷെ ഇത്ര നമുക്ക് കൂടുതൽ പൈസ തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫാക്ടറി ഭയങ്കര വലുതായിട്ട് തന്നെ ആയിട്ടുണ്ട് ഗൈസ്. ആ പച്ചയിൽ ക്ലിക്ക് ചെയ്തപ്പോ പവേഴ്സ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഈ പവേഴ്സ് ഒക്കെ കിട്ടണമെങ്കിൽ റോബ്ലോക്സ് കൊടുക്കണം ഗൈസ്. നമ്മൾ അതൊന്നും ഇല്ല, റോബ്ലോക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം അതൊന്നും റോബ്ലോക്സ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ പവേഴ്സ് ഒന്നും വേണ്ട ഗൈസ്. നമുക്ക് ഉള്ള വെച്ച് കച്ചവടം നടത്താം. അത് നന്നായി തന്നെ പോകുന്നുണ്ട്, നമ്മുടെ ഫാക്ടറി നന്നായി തന്നെ പോകുന്നുണ്ട്. ഇപ്പൊ ഫെൻസിങ് ആയി, റെയിൽസ് ആയി, റൂഫിംഗ് ആയി, ഡെക്കർ ആയി, റെഫ്രിജറേറ്റഡ് ട്രക്സ് ആയി, എല്ലാം ആയി കഴിഞ്ഞു. അപ്പൊ അത് കാരണം നമ്മുടെ കച്ചവടം ഇപ്പൊ നന്നായി തന്നെ നടന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ മതി ഗൈസ്. നമ്മൾ ഓവറായിട്ട് ഇനി ഒരുപാടൊന്നും ആക്കണം എന്ന് വിചാരിക്കണ്ട. യു കണ്ടിന്യൂ ടു ഏൺ ക്യാഷ് ഓഫ്ലൈൻ. ഓക്കെ, അതായത് നമ്മൾ കളിക്കാതിരിക്കുമ്പോഴും നമുക്ക് ഇതില് ക്യാഷ് വന്നുകൊണ്ടിരിക്കുമെന്ന് പോലും ആയിരിക്കും അവർ പറഞ്ഞെന്ന് തോന്നുന്നു ഗൈസ്. എന്തിനാണെങ്കിലും ഞാൻ കളിക്കാതിരുന്നപ്പോഴും ഇതില് നമുക്ക് ഏൺ ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ മാനേജറെയും ക്യാഷറെയൊക്കെ വെച്ചതുകൊണ്ട് നമ്മൾ ഏൺ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ഇപ്പൊ ഞാൻ എവിടെ നിൽക്കണം എന്തോ ഗൈസ്, ഞാൻ എവിടെയോ യാതൊരു ഇരുട്ടത്തൊക്കെ ചെന്നപ്പെട്ട് ഇരിക്കുകയാണ് ഗൈസ്. ഒന്നും അറിഞ്ഞൂടാ ഗൈസ്. കഴിഞ്ഞവിടത്തെ പോലെ തന്നെ തോന്നുന്നു. ഇല്ല, അങ്ങോട്ടൊന്നും കയറണ്ട. പിന്നെ അവസാനം വഴി കണ്ടുപിടിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടു പോകും. നമുക്ക് തിരിച്ച് നമ്മുടെ ഫാക്ടറിയിൽ തന്നെ വരാൻ ഗൈസ്, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ചെന്ന് കയറണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പൊ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ ഫാക്ടറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഞാൻ ഒന്ന് പോയി നോക്കിയതാണ്. അപ്പൊ വേറെ ഒരു ഫാക്ടറിയുടെ എന്തൊക്കെയാണ് അവിടെ കണ്ടത്. ഓക്കെ ഗൈസ്, നമ്മൾ പുതിയ അച്ചീവ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഫെൻസിങ് ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം, അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പൊ മുത്തുമണി
നമ്മളിപ്പം അറിയാലോ $1 നിന്നിപ്പോൾ നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ്. നമുക്കിപ്പോൾ വലിയൊരു ലെമൺ ഫാക്ടറി ആയിട്ടുണ്ട്, ട്രക്ക് ആയിട്ടുണ്ട്, ലെമൺ ഫാക്ടറിയുടെ ഏകദേശം സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട്, ലൈറ്റിംഗ് ഒക്കെ അല്ലേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ സെറ്റപ്പ് ഒക്കെ ആയി നമ്മൾ മാറിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഇത് കാണിച്ച് ബോറടിപ്പിക്കേണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. പിന്നെ ഗൈസ് നമ്മൾ ഇനി വേറെ ഏത് വീഡിയോ ഇടണമെന്ന് ഒന്ന് കമന്റ് ചെയ്യോടാ. ഒന്ന് കമന്റ് ചെയ്താലേ ഞാൻ അത് കളിക്കാം. എനിക്കറിയില്ല ഏത് കളിക്കണം എന്ന്, കളിക്കാൻ എടുക്കുമ്പോൾ ഏത് കളിക്കണം എന്നൊരു കൺഫ്യൂഷൻ. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുമെങ്കിൽ ആ ഗെയിം തന്നെ അടുത്ത കളിക്കാം. പിന്നെ ഈ സെൽ ലെമൺസിന്റെ വേറൊരു പാർട്ട് വീഡിയോ ഇടണോ വേണ്ടിയെന്നും കൂടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് നമുക്ക് നിർത്താം. അത്യാവശ്യം നോക്കുക, ആർക്കൊക്കെ ലെമൺസ് എന്നതിന് ബാക്കിൽ നമ്മുടെ ഫാക്ടറി ഇത്രയും വലിയ സെറ്റപ്പിൽ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ഈ കളി നിർത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് വേണം എന്ന് വീണ്ടും ഉള്ളവര് ഒന്ന് കമന്റ് ചെയ്യണേ ഗൈസ്. അപ്പൊ ഇന്നത്തെ പാർട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.